1981 സെപ്റ്റംബർ 24 അന്ന് നയനാർ താമസിക്കുന്നത് കൻ്റോൺമെൻറ്റ് ഹൗസിലാണ്. അവിടെ അവരുടെ ഏകോപന സമിതിയുടെ ഒരു യോഗം നടക്കുക. അപ്പോൾ അവിടെ പോയിട്ടുള്ളവർക്കറിയാം, അവിടുത്തെ താമസിക്കുന്ന പ്രതിപക്ഷ നേതാവാണെങ്കിലും മുഖ്യമന്ത്രിയുടെയും അതിൻ്റെ ഓഫീസെന്ന് പറയുന്നത് ഈ തറനിരപ്പിൽ അല്പം താഴെ ഒരു മുറിയാണ്. അവിടെ നയനാരുടെ അധ്യക്ഷതയിൽ യോഗം ചേരുമ്പോൾ നമ്മുടെ ടി കെ രാമകൃഷ്ണൻ, അന്ന് പോലീസ് മന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രിയാണ്, അദ്ദേഹം ഓടിക്കതച്ചിട്ട് വന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഉമ്മൻചാണ്ടി ഈ യോഗത്തിൽ കോൺഗ്രസ് യുവിൻ്റെ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്നത്, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ചോദിച്ചു എന്താ സംഭവം. അപ്പം പറഞ്ഞു, ഡൽഹിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ വന്നിരിക്കുന്നു. അതായത് RAW, നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, അവർ കേരളത്തിലൊരു കോൺഗ്രസ് യു നേതാവിനെ വധിക്കാൻ പരിപാടിയിട്ടിരിക്കുന്നു. അപ്പോൾ എന്നിട്ട് അത് CI2കാർ ചെയ്തതാണെന്ന് പറയും. അങ്ങനെ ഈ മുന്നണിയെ പൊളിക്കും. അപ്പം സ്വാഭാവികമായിട്ടും കോൺഗ്രസ് യു മുന്നണി വിട്ടുപോകും. അതിനെ ഇങ്ങനെ ഗവൺമെൻറ്റിനെയും മുന്നണിയും പൊളിക്കാനുള്ളൊരു ശ്രമം നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ അത് അന്ന് ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞത്, ഞങ്ങളാരും അത് കേട്ടിട്ട് അത്ഭുതപ്പെട്ടില്ല. കാരണം ഇതുപോലെയൊക്കെയുള്ള എന്തെങ്കിലും നമ്പറുകൾ അവർ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ആൻ്റണിയോട് പറഞ്ഞപ്പോഴും അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഇവരൊക്കെ ചോദിച്ചു, എവിടുന്നാണ് CPIക്കാർ ചോദിച്ചു, TKയുടെ അടുത്ത് എന്തെങ്കിലും തെളിവുണ്ടോ? അവർ പറഞ്ഞു, തെളിവുകളൊക്കെ ഉണ്ട്, ഞാൻ തരാം എന്ന് പറഞ്ഞു. പക്ഷേ ദേശാഭിമാനി പത്രത്തിൽ ഡൽഹി ലേഖകന്മാർ ടെലിപ്രിൻ്ററിൽ അയച്ച ഒരു റിപ്പോർട്ടല്ലാതെ ഇത് സംബന്ധിച്ച് യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ ബന്ധം ഇങ്ങനെ അനുസ്യൂതം ഇങ്ങനെ എന്താ പറയുക, അതിലെ വിള്ളലുകൾ വീണുകൊണ്ടിരുന്നു. CPMും കോൺഗ്രസ് യുവും തമ്മിലിങ്ങനെ അകന്നുകൊണ്ടേയിരുന്നു. 1981 ഒക്ടോബർ 14, 15 തീയതികളിൽ കോൺഗ്രസിൻ്റെ ഒരു നേതൃയോഗം വീണ്ടും വേളിയിൽ ചേർന്നു, പഴയ വെന്യൂവിൽ തന്നെ. അവിടെ KP ഉണ്ണികൃഷ്ണൻ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ അരസ് രാജിവെച്ച ഒഴിവിൽ നമ്മുടെ ശരത് പവാർ ഈ പാർട്ടിയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വയലാർ രവിയുടെയൊക്കെ പേരൊക്കെ വന്നിരുന്നതാണ്. അതുപോലെ പ്രിയരഞ്ജിത് ദാസ് മുൻഷി, ഇവരുടെയൊക്കെ പേര് വന്നതാണ്. പക്ഷേ പവാറാണ് ആയത്. പവാറിനും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണനും അവരുടെ പാർട്ടി LDFിൽ തന്നെ തുടരണമെന്നായിരുന്നു അഭിപ്രായം. അപ്പോഴേക്ക് ഈ പാർട്ടിയുടെ പേര് കോൺഗ്രസ് യു എന്നത് കോൺഗ്രസ് എസ് എന്ന് ആയിരുന്നു, കോൺഗ്രസ് സോഷ്യലിസ്റ്റ്. അപ്പോൾ അവിടെ 2 ദിവസം ചർച്ച നടന്നു. ആ ചർച്ച 3-ാം ദിവസത്തേക്ക് നീണ്ടു. 3-ാം ദിവസവും കഴിഞ്ഞിട്ട് പിറ്റേന്ന് വെളുപ്പിന് വരെ ചർച്ചകൾ തുടരുകയാണ് ചെയ്തത്. അപ്പം അവിടെ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം ആളുകളും കോൺഗ്രസ് എസ് മുന്നണിയിൽ നിന്ന് പുറത്തു പോകണമെന്ന അഭിപ്രായമാണ് ഉന്നയിച്ചത്. അപ്പോൾ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞില്ല, 3-ാമത്തെ ദിവസം വെളുപ്പിന്, അപ്പോൾ 4-ാമത്തെ ദിവസം രാവിലെ എന്ന് പറയാം. അപ്പോൾ ഏറ്റവും അവസാനവും ആൻ്റണി സംസാരിക്കാൻ എഴുന്നേറ്റു. അപ്പം ആൻ്റണി പറഞ്ഞു, നമുക്കിനി പിരിയാം, ഈ മുന്നണിയിൽ നിന്നിട്ട് ഇനിയും ഒരു കാര്യവുമില്ല. അപ്പോൾ അതിന് ഈ സമ്മേളനം ചേരുന്നതിന് തൊട്ട് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. തായാട്ട് ശങ്കരൻ എന്ന് പറയുന്ന ദേശാഭിമാനി വാരികയുടെ പത്രാധിപർ, അവരുടെ ഒരു പ്രധാനപ്പെട്ട ബുദ്ധിജീവിയാണ്. അപ്പം അദ്ദേഹം വാരികയിലൊരു മുഖപ്രസംഗം എഴുതി. അപ്പോൾ കോൺഗ്രസ് എസിനെ, എന്ന പാർട്ടിയുടെ പേരതാണല്ലോ, മുച്ചൂടും നിശ്ചിതമായി പരിഹസിക്കുന്ന ഒരു ലേഖനമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ കുളത്തിലെ കളവാഴ ഇങ്ങനെ പരന്ന് കിടക്കുമ്പോൾ കുളം നിറയെ അതാണെന്ന് തോന്നും. ഈ ആഫ്രിക്കൻ പകര പോലുള്ളൊരു ചെടിയാണ്. പക്ഷേ തടുത്തു കൂട്ടി ഒരു ബക്കറ്റിലിട്ടാൽ അര ബക്കറ്റ് മാത്രമേ കാണത്തുള്ളൂ. അതിനപ്പുറത്തൊരു പരിഹാസം ഉണ്ടാവാനില്ല. അതോടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ യോഗം വെളിയിൽ ചേരുന്നതും ഇങ്ങനെ പിന്നീട് പാർട്ടി മുന്നണി വിടാനൊക്കെ ഉള്ളൊരു തീരുമാനം എടുക്കുന്നത്. അപ്പോഴത്തേക്കും ഉണ്ണികൃഷ്ണൻ 2-ാമത്തെ ദിവസത്തെ ചർച്ചയിടയ്ക്കിടയ്ക്ക് തന്നെ ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയിരുന്നു. ശരത് പവാറിനെ ഇടപെടിച്ചു. അന്ന് രാത്രി ഉമ്മൻചാണ്ടിക്ക് ടെലഗ്രാം വരുന്നുണ്ട്, നിങ്ങൾ മന്ത്രിസഭ വിടരുത്, മുന്നണി വിടരുത് എന്നുള്ളൊരു നിർദ്ദേശം, അല്ലെങ്കിൽ അതൊരു കൽപ്പന പോലെ തന്നെ അങ്ങനെ ഒരു ടെലഗ്രാം വരുന്നു. പക്ഷേ ഇവരാരും അത് കണ്ടതായിട്ട് പോലും ഭാവിച്ചില്ല. അന്ന് പിന്നീട് എന്നോട് ഉമ്മൻചാണ്ടി പറഞ്ഞത്, ആ ടെലഗ്രാം ആൻ്റണി മടക്കി സ്വന്തം പോക്കറ്റിൽ സൂക്ഷിച്ചു. അതിനുശേഷമാണ് ഈ 4-ാമത്തെ ദിവസം വെളുപ്പാങ്കാലത്ത് ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയാണ് ചരിത്രത്തിലാദ്യമായിട്ട് കേരളത്തിൽ CPMും കോൺഗ്രസിലെ ഒരു വിഭാഗം, അത് കോൺഗ്രസ് യു പിന്നീട് കോൺഗ്രസ് എസ് തമ്മിൽ ഒരു മുന്നണി ഉണ്ടാവുന്നു. ആ മുന്നണി പൊളിയുന്നു. പക്ഷേ ഈ യോഗത്തിൽ 6 MLAമാർ ഈ തീരുമാനത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചു. PC ചാക്കോ, AC ഷൺമുഖദാസ്, പിന്നെ
പീതാംബരം പക്ഷേ MLA ആണെന്ന് തോന്നില്ല. അങ്ങനെ 6 MLA ഇതിൽ ഈ തീരുമാനത്തോട് യോജിച്ചില്ല. അവർ പിന്നീട് മറ്റൊരു പാർട്ടിയായിട്ടല്ല, കോൺഗ്രസ് എസ്സായിട്ട് തന്നെ പിന്നെ നിലനിന്നു. 16 MLA ആൻ്റണിക്കൊപ്പം മുന്നണി വിടുകയും ചെയ്തു. ഇതിനിടയ്ക്ക് വളരെ രസകരമായ ഒരു സംഭവം അരങ്ങേറിയിരുന്നു. അതും എന്നോട് ഉമ്മൻചാണ്ടി പറഞ്ഞതാണ്. IBAയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായ MK രാഘവൻ, അദ്ദേഹം മലയാളിയാണ്. ഇന്ദിരാഗാന്ധിയുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ദിരാഗാന്ധി പല രാഷ്ട്രീയ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന ഒരാളാണ് MK രാഘവൻ. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എല്ലാവരുമായിട്ടും നല്ല ബന്ധമുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഉമ്മൻചാണ്ടിയോട് ചോദിച്ചു, ഉമ്മൻചാണ്ടി എന്തുകൊണ്ട് കരുണാകർജിയുമായിട്ടൊന്ന് സംസാരിച്ചുകൂടാ? അപ്പം ഉമ്മൻചാണ്ടി പറഞ്ഞു, സംസാരിക്കാമല്ലോ, ഒരു പ്രശ്നവുമില്ലല്ലോ, എന്നാൽ ഞാനൊരു തീയതി തീരുമാനിക്കട്ടെ എന്ന് അദ്ദേഹം ചോദിച്ചു. തീരുമാനിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു തീയതി തീരുമാനിക്കുന്നു. അന്ന് ഉമ്മൻചാണ്ടി താമസിക്കുന്നത് നമ്മുടെ വഴുതക്കാട് ഓൾ ഇന്ത്യ റേഡിയോയുടെ അടുത്തൊരു വീട്ടിലാണ്, വാടക വീട്ടിലാണ്. അപ്പോൾ വഴുതക്കാട് ഒരു വീട്ടിലാണ് ഈ സമ്മേളന വേദി, അല്ലെങ്കിൽ കൂടിക്കാഴ്ചയുടെ ഒരു വേദി അവിടെയാണ്. അപ്പം ഒന്നിലേറെ വണ്ടികൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം അന്ന് നയനാർ സർക്കാരാണ്, അവരുടെ സ്പെഷ്യൽ ബ്രാഞ്ചുകാർ ഇത് അറിയരുത്. അതുകൊണ്ട് എന്ത് ചോദിച്ചാൽ ഒരു കാറിൽ ഉമ്മൻചാണ്ടിയെ വീട്ടിൽ വന്നിട്ട് ഈ വഴുതക്കാട്ടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പം ഉമ്മൻചാണ്ടി പറഞ്ഞത് അദ്ദേഹം ഒരു തൊപ്പി ഇങ്ങനെ ചരിച്ച് മുഖം മനസ്സിലാകാത്ത രീതിയിൽ വെച്ചിരുന്നു എന്ന്. അപ്പോൾ ഉമ്മൻചാണ്ടി അങ്ങനെ ഒരു തൊപ്പിയൊക്കെ ധരിച്ചു പോകുന്നൊരു ഉമ്മൻചാണ്ടിയെ പറ്റി ഓർത്താൽ നമുക്ക് ഒരു കൗതുകം തോന്നും. അപ്പോൾ അദ്ദേഹം അവിടെ വഴുതക്കാട്ടെ വീട്ടിലെത്തി. അന്ന് കരുണാകരൻ താമസിക്കുന്നത് ഉള്ളൂർ ബ്രദേഴ്സ് ഹൗസ് എന്ന് പറയുന്ന ഒരു വീട്ടിലാണ്. അപ്പോൾ അദ്ദേഹത്തെ രണ്ടാമത് അവിടെ പോയി ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നു. അദ്ദേഹം ഈ വഴുതക്കാട്ടെ വീട്ടിലെത്തി. അവിടെ വെച്ച് അവരൊരു സംഭാഷണം നടന്നു. അത് അവരെ ലയിക്കാനോ അല്ലെങ്കിൽ ഒന്നിച്ചു പോകാമെന്നോ ഉള്ള ഒരു തീരുമാനങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല. പക്ഷേ ഒരു യോജിപ്പിലേക്ക് അല്ലെങ്കിൽ ഏതേത് തലങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കാനാവും എന്നുള്ള ഒരു സംഭാഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഈ വഴുതക്കാട്ടെ വീട്ടിൽ ഉമ്മൻചാണ്ടിയും അതുപോലെ K കരുണാകരൻ തമ്മിൽ നടന്ന ഈ രഹസ്യ കൂടിക്കാഴ്ചയിലായിരുന്നു. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അദ്ദേഹം രാഷ്ട്രീയത്തിലിറങ്ങിയതിന് ശേഷം സാധാരണ ജനങ്ങളുമായിട്ട് സംവദിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം ചിലയിടങ്ങളിൽ പദയാത്രയായിട്ട് പോവും, അല്ലെങ്കിൽ ചില വീടുകളിൽ ചിലപ്പോൾ ദളിതരുടെയോ ആദിവാസികളുടെയൊക്കെ വീടുകളിൽ പോയി താമസിക്കും. അങ്ങനെ ഇന്ത്യയെ അറിയാൻ വേണ്ടി അദ്ദേഹം കിട്ടുന്ന അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് രാജീവ് ഗാന്ധിയിൽ നിന്ന് ലഭിച്ച ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു രീതിയാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. രാജീവ് ഗാന്ധി അങ്ങനെയായിരുന്നു. പലപ്പോഴും ഈ ഗ്രാമങ്ങളിലേക്ക് പോവുക, അല്ലെങ്കിൽ പിന്നാക്ക പ്രദേശങ്ങൾ പോയി കാണുക, അവിടുത്തെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. ഒരിക്കലും ഞാൻ എറണാകുളത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് 1985 സെപ്റ്റംബറിലാണ് അദ്ദേഹം ഒരു കേരള സന്ദർശനത്തിന് വരികയാണ്. 5-6 ദിവസം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്തെ ചില ഉൾനാടൻ പ്രദേശങ്ങൾ, പിന്നാക്ക പ്രദേശങ്ങൾ കാണുന്നു. പിന്നീട് ആലപ്പുഴയിൽ, എറണാകുളത്ത്, പാലക്കാട്, അട്ടപ്പാടിയിൽ അദ്ദേഹം സൈലൻറ്റ് വാലി സന്ദർശിച്ചു. അങ്ങനെ ഗ്രാമീണ കേരളത്തെ അറിയാനും മനസ്സിലാക്കാനുള്ളൊരു ശ്രമം അദ്ദേഹം നടത്തുകയുണ്ടായി. ആ സമയത്ത് ഞാൻ എറണാകുളത്ത് പ്രവർത്തിക്കുക. അപ്പോൾ ആലപ്പുഴയിൽ അദ്ദേഹത്തിന് നിരവധിയായ പരിപാടികളുണ്ട്, ധാരാളം പരിപാടികൾ. അപ്പം എന്നെയും പൗലോസിയേട്ടനെയാണ് ഫോട്ടോഗ്രാഫർ, അദ്ദേഹത്തെയാണ് ഈ ആലപ്പുഴ കവർ ചെയ്യാനായിട്ട് നിയോഗിച്ചത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അന്നൊക്കെ വളരെ പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രിക്റ്റാണ്, നമുക്കങ്ങനെ കടന്നു കയറാനൊന്നും സാധിക്കില്ല. അപ്പോൾ അവിടെ ചെന്നപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നൊരു കാര്യം, അദ്ദേഹത്തിന് ആലപ്പുഴ ബോട്ട് ജെട്ടി മുതൽ പിന്നെ ചങ്ങനാശ്ശേരി വരെ വിവിധ സ്ഥലങ്ങളിൽ പല പല സ്വീകരണ പരിപാടികളുണ്ട്, വള്ളംകളി അടക്കം പല പല പരിപാടികളുണ്ട്. അപ്പോൾ ഓരോ സ്പോട്ടിലേക്കും ഒരാൾക്ക് മാത്രം, ഒരു പത്രത്തിൽ നിന്ന് ഒരാൾക്ക് മാത്രമാണ് പാസ് കൊടുത്തിരിക്കുന്നത്. അപ്പം എനിക്ക് പാസ് കിട്ടിയിരിക്കുന്നത് അവിടെ ഒരു കായലോരത്ത് പോകുന്നുണ്ട്, അത് കഴിഞ്ഞൊരു എൻജിൻ തറ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവിടെ എൻജിൻ വെച്ച് എങ്ങനെയാണ് വെള്ളം പിന്നെ നീക്കം ചെയ്തതെന്ന് രാജീവ് ഗാന്ധിയെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലം അവിടെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് R ബ്ലോക്കിൽ അവിടെയാണ് മൂന്നാമത്തെ പിന്നെ സ്പോട്ടെന്ന് പറയുന്നത്. അവിടെയാണ് എനിക്ക് പാസ് വന്നിരിക്കുന്നത്. പൗലോസിയേട്ടന് ഈ എൻജിൻ തറ,
എഞ്ചിൻ തറയിലൊക്കെ നിന്ന് എന്ത് ഫോട്ടോ എടുക്കാനാ? അതേസമയം മലയാള മനോരമ ഇത് നേരത്തെ മനസ്സിലാക്കുകയും ഞാനീ പറഞ്ഞ എല്ലാ സ്പോട്ടുകളിലും അവർ ഓരോ ലേഖകനും ഓരോ ഫോട്ടോഗ്രാഫർമാർക്കുമുള്ള പാസുകൾ നേരത്തെ തന്നെ വാങ്ങിച്ചു വയ്ക്കുകയും ചെയ്തിരുന്നു. ഞങ്ങളുടെ പ്ലാനിങ്ങിലുണ്ടായ ഒരു വലിയ പാളിച്ചയായിരുന്നു അത്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇത് കൈകാര്യം ചെയ്തിരുന്നവർ ഇങ്ങനെ ഈ ഒരു വിഷയം ഇങ്ങനെ എല്ലായിടത്തും വെവ്വേറെ ലേഖകന്മാർ വേണം എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കിയിരുന്നില്ല. ഞങ്ങളവിടെ ആലപ്പുഴ ചെല്ലുന്നു, എന്നെ ഒരു ബോട്ടെ കയറ്റി ഈ ആർ ബ്ലോക്കിൽ കൊണ്ടവിടെ നിർത്തുക. അവിടെ ഒരു അതിൻ്റെ കായലോരത്ത് ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ പൗലോസ് ചേട്ടനെ ഈ എഞ്ചിൻ തറയിൽ നിർത്തി. ബാക്കിയാണ് റിപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കിടക്കുന്നത്. അവിടെ വള്ളംകളിയുണ്ട്, അദ്ദേഹത്തിന് ജലഘോഷയാത്രയുണ്ട്, അവിടെ സ്വീകരണമുണ്ട്, ചങ്ങനാശ്ശേരിയിലെ NSSൻ്റെ വകയായിട്ടുള്ള സ്വീകരണം, ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വേറെ കിടക്കുക. ഞാനാകെ വിഷമിച്ചു പോയി. കാരണം എന്നെ ഇത് ഏൽപ്പിച്ച് വിടുകയും ചെയ്തു. എനിക്കിവിടുന്ന് അനങ്ങാൻ പറ്റത്തില്ല. ഈ കായലോര ആർ ബ്ലോക്കിൻ്റെ അവിടെ നിന്ന് എനിക്ക് ഒരടി മുന്നോട്ട് നീങ്ങാനായിട്ട് യാതൊരു നിർവാഹവുമില്ല. അപ്പോൾ ഞാൻ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുമായിട്ട് ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ അത്യാവശ്യം സൗഹൃദങ്ങളൊക്കെ പാലിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്കതിൻ്റെ ഒരു സാധ്യതയും തോന്നിയില്ല. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അവിടെ അദ്ദേഹം വന്നിട്ട് അവിടെ ഒരു കൃഷിത്തോട്ടത്തിൽ പോയിട്ട് അവിടെ ഉൽപ്പാദിപ്പിച്ച ചില ഈ കൊക്കോ അതുപോലെയൊക്കെയുള്ള ചില സാധനങ്ങൾ അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അത് മാത്രമാണ് രാജീവ് ഗാന്ധിക്ക് ഈ ആർ ബ്ലോക്കിലുള്ളത്. എനിക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ഇതാണ്. ഞാൻ വല്ലാത്തൊരു വിഷമസന്ധിയിലായി. അപ്പം കുറേ അകലെ ഇങ്ങനെ വേലി തിരിച്ച് ആളുകളെ അവിടെ നിർത്തിയിട്ടുണ്ട്. സാധാരണ ഇവരൊക്കെ VIPs വരുമ്പോൾ ബാരിക്കേഡ് കെട്ടുന്ന പോലെ ഒരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ട്. മറ്റൊരു സൈഡിൽ അതൊരു ദളിത് കോളനിയാണ്. ആ കോളനിയിൽ അവരെയും നിർത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് അവർ പടമെടുക്കാനുള്ള സ്കോപ്പൊന്നുമില്ല. കാരണം പൗലോസ് ചേട്ടൻ എഞ്ചിൻ തറയിൽ നിൽക്കുക, അദ്ദേഹത്തിന് ഇവിടെ വരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഈ ദളിത് കോളനിയിൽ അവിടെ നിന്ന് വന്ന കുട്ടികളോട് ഞാൻ പറഞ്ഞു, ഇപ്പം രാജീവ് ഗാന്ധി വന്നു കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങോട്ട് ഈ കൃഷിത്തോട്ടത്തിലെ പ്രൊഡക്ട്സ് കാണാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ രാജീവ് ജി എന്നങ്ങ് കരഞ്ഞ് വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസമോ ആഗ്രഹമോ അങ്ങനെ കേൾക്കുന്ന ഉടനെ സ്വാഭാവികമായിട്ടും രാജീവ് അങ്ങോട്ട് ചെല്ലും, അപ്പോൾ എന്തെങ്കിലും ഒന്ന് നടക്കും എൻ്റെ മനസ്സിലൊരു തോന്നൽ, അതെങ്കിലും റിപ്പോർട്ട് ചെയ്യാം എന്ന രീതിയിലാണ് ഞാനിത് എൻ്റേതായ ഒരു ആസൂത്രണം നടത്തിയത്. അപ്പം അവിടെ കുറേ കഴിഞ്ഞു, 5-10 മിനിറ്റ് വൈകുന്നു. അവിടെ രാജീവ് ഗാന്ധി വരുന്നു. രാജീവ് ഗാന്ധി കുട്ടനാട് റോവർ എന്ന് പറയുന്ന ഒരു ബോട്ടിലാണ് സഞ്ചരിക്കുന്നത്. കൂട്ടത്തിൽ അന്ന് മുഖ്യമന്ത്രി K. കരുണാകരനുണ്ട്. മറ്റേ ബോട്ടിൽ അന്ന് DGP ആയിരുന്ന MK ജോസഫ് സാറ്, വയലാർ രവി, തരുൺ ഗൊഗോയ് എന്ന് പറയുന്ന ആസാമിൽ നിന്ന് വന്ന ഒരു നേതാവ്, അവരൊക്കെയാണ് ഉള്ളത് രണ്ടാമത്തെ ബോട്ടിൽ. അപ്പോൾ ഇവിടെ വന്ന് ബോട്ടിറങ്ങി. അപ്പം ഞങ്ങളെയൊക്കെ അങ്ങനെ അത്യാവശ്യം അകറ്റി നിർത്തിയിരിക്കുക. പക്ഷേ എന്തായാലും ഞങ്ങൾ അവിടെ അടുത്ത് ചെല്ലുന്നു, സംസാരിക്കുന്നു. അപ്പം ഈ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു ബാരിക്കേഡ് കെട്ടി നിർത്തിയിരിക്കുന്ന ആളുകളെ കണ്ടപ്പം രാജീവ് ഗാന്ധി ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ആളുകളെ ഇങ്ങനെ അകറ്റി നിർത്തിയിരിക്കുന്നത്? ഞാൻ അവരെ കാണാനും അവരോട് സംസാരിക്കാനും വന്നതാണല്ലോ എന്ന് പറഞ്ഞപ്പം ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോലീസും മുഖ്യമന്ത്രി എല്ലാം കൂടെ അദ്ദേഹം അങ്ങോട്ട് ഈ ഭാഗത്തേക്ക് പോയി അവരോട് സംസാരിക്കുന്നു. ഒരു കുട്ടിയെടുത്ത് ലാളിക്കുന്നു. അപ്പോൾ ഇതൊന്നും എൻ്റെ അടുത്തൊരു ചിത്രം എടുക്കാൻ ഒരാളില്ല. മനോരമയ്ക്ക് ഫോട്ടോഗ്രാഫറും റിപ്പോർട്ടറും അവിടെ ഉണ്ട്. അവരിതെല്ലാം കാണുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ദൂരെ ഞാനീ പറഞ്ഞ ദളിത് കോളനിയിലെ ആളുകൾ അവരുടനെ ഇവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ രാജീവ് ജി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം കൂട്ടിയപ്പോൾ ആരും പറയാതെ ഇദ്ദേഹം സോണിയാഗാന്ധിയും കൂടെ ചേർന്ന് അങ്ങോട്ട് ഇരുന്നു. അപ്പോൾ അവർ പാവപ്പെട്ട സ്ത്രീകൾ അവർ സോണിയാജിയെ കണ്ടപ്പോൾ കയ്യെ പിടിക്കുന്നു, കൈകൂപ്പുന്നു, രാജീവ് ഗാന്ധിയുടെ കാലിൽ തൊടുന്നു. അങ്ങനെ ഒരു വലിയ രംഗം അവിടെ ഉണ്ടായി. അപ്പം എനിക്ക് അത്യാവശ്യത്തിനൊരു ഒരു സൈഡ് സ്റ്റോറി എങ്കിലും കൊടുക്കാവുന്ന കിട്ടി അല്ലെ ഒത്തു കിട്ടി. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും അടുത്ത ഒരു വെന്യൂവിലേക്ക് പോകണം. അപ്പോൾ ഈ പൗലോസ് ചേട്ടൻ വളരെ മിടുക്കരായതുകൊണ്ട് ഈ എഞ്ചിൻ തറയിൽ നിന്ന് എങ്ങനെയോ ആരുടെയോ കയ്യോ കാലോ പിടിച്ച് ഈ ജോസഫ് സാറൊക്കെ ഉള്ള ബോട്ടെ കയറിയിട്ടുണ്ട്.
അപ്പം ഞാൻ പോലീസുകാരോട് പറഞ്ഞു, പോലീസുകാരൻ ഇറങ്ങരുത്, അവിടെ തന്നെ നിന്നാൽ മതി, ഇവിടെയും പടമൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് പടമുള്ളത് ഏതും പോലീസുകാരൻ ബോട്ടയിലുണ്ടല്ലോ, ഈ വള്ളംകളിയുടെ ഒരു പടം മനോഹരമായിട്ട് കിട്ടുമല്ലോ, അതെങ്കിലും എടുക്കണം. അപ്പോൾ ഇവിടെ പിന്നെ കൊക്കോയും കാപ്പിക്കുരുവൊന്നും കാണാൻ വേണ്ടി ഇറങ്ങേണ്ട കാര്യമില്ല, അതുകൊണ്ട് പോലീസുകാരൻ അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ അവിടെ നടന്നത്. അപ്പം ഞാൻ എന്നിട്ട് ഈ നേരത്തെ പരിചയം ഭാവിച്ചിരുന്ന ഈ പോലീസുകാർ നമ്മളെ സഹായിക്കുന്ന മട്ടിൽ ഞാൻ നേരെ ബോട്ടിലേക്ക് നടന്ന ഉടനെ ഒരു ഭംഗിയായിട്ട് എൻ്റെ കയ്യെ കയറി അങ്ങ് പിടിച്ച ഉടനെ പൗലോസിയേട്ടൻ ഒരു ബുദ്ധി പ്രയോഗിച്ചു. ഉടനെ അവിടെ ജോസഫ് സാറിനോട് സാറേ തൻ്റെ എൻ്റെ കൂടെ വന്ന റിപ്പോർട്ടറെ കടത്തിവിടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജോസഫ് സാർ വിചാരിച്ചു കൂടെ വന്നതാണ്, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതായിരിക്കാം. ഉടനെ ജോസഫ് സാർ പറഞ്ഞു കടത്തിവിട്ടേക്കാൻ പറഞ്ഞു. ഇത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിരുന്നു. വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എനിക്കൊന്നും റിപ്പോർട്ട് ചെയ്യാൻ കിട്ടുമായിരുന്നില്ല. അപ്പോൾ പൗലോസിയേട്ടൻ്റെ ഈ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് നമുക്കിവിടെ ഒരു അത്യാവശ്യം ഈ സാധാരണക്കാരുമായിട്ടുള്ള സംഭാഷണം, അവിടുത്തെ വളരെ ലൈറ്റായിട്ടുള്ള കുറച്ച് മൂവ്മെൻറ്റ്സ് അതൊക്കെ നമുക്ക് കിട്ടി. അപ്പം പൗലോസിയേട്ടൻ ഇടപെട്ട് ജോസഫ് സാറ് പറഞ്ഞവിടെ എനിക്ക് പ്രവേശനം അങ്ങോട്ട് കിട്ടി. അതൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു. അപ്പം ഈ ബോട്ടിങ്ങനെ അപ്പോൾ ആദ്യം കുട്ടനാട് റോവർ അങ്ങോട്ട് പോകുന്നു, അതിൻ്റെ പിന്നാലെ വയലാർജിയൊക്കെ കയറിയ ജോസഫ് സാറൊക്കെ ഉള്ള ബോട്ട് അങ്ങോട്ട് വിടുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ബോട്ടുകൾ തമ്മിൽ എവിടെയോ ഒന്ന് ഉരസി ഒരു ചെറിയൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പോൾ ഉടനെ വയലാറുകാരനാണല്ലോ, ബോട്ടും വള്ളവും ഒക്കെ കണ്ടും പരിചയിച്ചു, അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അറിയാവുന്നതാണ് അദ്ദേഹം. അപ്പോൾ അതിന് എന്തോ ചില ഈ രീതിയിൽ ചെയ്യൂ എന്ന് പറഞ്ഞ് നിർദ്ദേശമൊക്കെ കൊടുത്തു. അപ്പോൾ ഇതിങ്ങനെ ഡക്കിൽ നിന്നിട്ട് രാജീവ് ഗാന്ധി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം രാജീവ് ഗാന്ധി വയലാർജിയോട് പറഞ്ഞു, വയലാർജി നിങ്ങൾ ഈ നാവിക കലയിൽ വലിയ അവഗാഹമുള്ള ഒരാളാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ അവിടം തൊട്ട് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് ഇവരുടെ കൂടെ നിന്ന് എല്ലാം റിപ്പോർട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരവസരം. അത് മറ്റാർക്കും കിട്ടിയില്ല. മനോരമയുടെ ലേഖകന്മാരൊക്കെ ഓരോ സ്പോട്ടിൽ ഓരോ റിപ്പോർട്ടറും ഓരോ ഫോട്ടോഗ്രാഫറും നിൽക്കുക. എനിക്ക് ഇവരുടെ ഒപ്പം നിന്നിട്ട് ഇതിനെ ഈ എഞ്ചിൻ തറ ഒഴികെയുള്ള എഞ്ചിൻ തറയിലൊന്നും നടന്നില്ല, അവിടെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നതെന്ന് കണ്ടിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ധാരാളം പരിപാടിയുള്ളത് കാണാൻ എനിക്ക് അവസരം കിട്ടി. പിന്നീട് ഈ പുളിങ്കുന്ന് പുത്തൻതോടിലൂടെയാണ് ഈ ഘോഷയാത്ര പോലെ രാജീവ് ഗാന്ധിയും അദ്ദേഹത്തിനോടൊപ്പം ഉള്ളവർ, എനിക്ക് തോന്നുന്നു ഒരു 10ഓളം ബോട്ടുകളുണ്ട്, അവരൊക്കെ പുറകിലാണ് അതിങ്ങനെ സഞ്ചരിക്കുക. അപ്പോൾ ഈ തോടിനും ഈ കായലിൻ്റെ സൈഡിലുമൊക്കെ ആയിട്ട് ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുകയാണ്. അപ്പോൾ അവർ ചിലർ മുത്തുക്കൂട പിടിച്ചിട്ടുണ്ട്, ചിലർ ബാൻഡ് മേളമുണ്ട്, ചിലർ വളരെ കുലനീളമുള്ള വാഴക്കുല അതിങ്ങനെ പിന്നെ തൂക്കിയിട്ട് അലങ്കരിച്ചിരിക്കുന്നു, ചിലയിടത്ത് കരിക്കൻ കുലകൾ തൂക്കി ഇട്ടിരിക്കുന്നു. ഇങ്ങനെ വളരെ ആഘോഷ തെമിർപ്പുള്ളൊരു അന്തരീക്ഷം, ഇതൊക്കെ എനിക്ക് നേരിട്ട് കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലൂടെ ഞങ്ങളിങ്ങനെ കടന്നു പോകുന്നു. അതിനുശേഷം നടക്കുന്നത് വള്ളം കളിയാണ്. വള്ളംകളി എന്ന് പറഞ്ഞാൽ മത്സര വള്ളംകളിയല്ല, ഇവർക്ക് വേണ്ടിയുള്ള ഒരു പ്രദർശന മത്സരം എന്ന് പറയാവുന്ന ഒരു വള്ളംകളി. അത് ഈ പുന്നക്കുന്നത്ത് കടവെന്ന് പറയുന്ന ആ സ്ഥലത്തു നിന്നാണ് ചുണ്ടൻ വള്ളങ്ങളടക്കമുള്ള വള്ളങ്ങളുടെ ഈ ഒരു ഘോഷയാത്ര അല്ലെങ്കിൽ ഒരു സൗഹൃദ മത്സരമൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെ ജില്ലാ കളക്ടർ ജോസ് സിറിയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം രാജീവ്ജിയോട് പറഞ്ഞു, പണ്ട് 52 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആലപ്പുഴയിൽ ഒരു വള്ളംകളിക്ക് വന്നപ്പോൾ ഒരു ചുണ്ടൻ വള്ളം കണ്ട് അവരുടെ ഈ പാട്ടും അവരുടെ ഈ മേളവും അവരുടെ ഈ തിമിർപ്പും ഒക്കെ കണ്ടിട്ട് അദ്ദേഹം ചാടി ഒരു വള്ളത്തെ കയറി. ആ വള്ളത്തിനാണ് പിന്നീട് ജവഹർന്ന് പേരിട്ട് ആ ചുണ്ടൻ വള്ളം. ആ കഥ പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞപ്പം രാജീവ്ജി പറഞ്ഞു, ഞാനത് ഓർക്കുന്നുണ്ട്, അതൊന്ന് എനിക്ക് 6 വയസ്സായിരുന്നു, അന്ന് ഞാനും പിന്നെ മുത്തച്ഛനൊപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ എനിക്കിത് അടുത്ത് നിന്ന് കേൾക്കാനും കാണാനും സാധിക്കുകയാണ്. കാരണം ഞങ്ങൾ കരയ്ക്കല്ല, ഞങ്ങൾ ഇവരോടൊപ്പം തന്നെ ഇതിന് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ ഇതായിരുന്നു. അപ്പോൾ ഉടനെ ഈ ആദ്യം ഇങ്ങനെ ഓടിവള്ളം അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള ചെറുകിട വള്ളങ്ങൾ, അതിനുശേഷം ചുണ്ടൻ വള്ളം, ഈ പ്രദർശന മത്സരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പം സോണിയാഗാന്ധി വിചാരിച്ചിരിക്കുന്നത് ഇതൊരു വലിയ മത്സരമാണ്, ഇതിന് ഒരു ട്രോഫിയൊക്കെ കൊടുക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, എന്തേ നിങ്ങൾ സമ്മാനങ്ങളൊന്നും കൊടുക്കാതെ, ഈ ജയിച്ചവർക്ക് സമ്മാനങ്ങളൊന്നും ഇല്ലയെന്ന് പറയുമ്പം ലീഡർ പറയുന്നുണ്ട്, ഇതൊരു നിങ്ങൾക്ക് വേണ്ടി നടത്തിയ ഒരു പ്രദർശന മത്സരം മാത്രമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നിട്ട് ഈ വള്ളംകളി, ചുണ്ടൻ വള്ളംകളി ഇങ്ങനെ അടുത്ത് ഇവരുടെ ബോട്ടിനടുത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് പോലീസുകാർ അല്ലെങ്കിൽ സുരക്ഷാ ആളുകൾ വിഭാഗം അതിനെ തടഞ്ഞു, ഇവരുടെ അടുത്തേക്ക് വരുന്നു. അപ്പം സോണിയാഗാന്ധി പറഞ്ഞു, അടുത്തേക്ക് വിടൂ, ഞങ്ങളുടെ അടുത്തേക്ക് വിടൂ,
ഞങ്ങൾ കാണട്ടെ, ഞങ്ങൾ അവരെ ഒന്ന് കാണട്ടെ, അവരുടെ ഈ തുഴച്ചിൽകാരെയൊക്കെ ഒന്ന് കാണട്ടെ എന്നിങ്ങനെ അവരിങ്ങനെ വളരെ ആവേശപൂർവ്വം പറയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. അപ്പോൾ സോണിയാജി പറഞ്ഞതുകൊണ്ട് പിന്നെ ജോസഫ് സാറൊക്കെ ഉണ്ടല്ലോ, അവർ സമ്മതിക്കുന്നു. എന്നിട്ട് ഈ ഘോഷയാത്ര ഇങ്ങനെ പോകുമ്പോൾ അതിന് അകമ്പടി സേവിച്ചുകൊണ്ട് ഈ പിന്നെ ചുണ്ടൻ വള്ളങ്ങൾ യാത്ര ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ച. പിന്നീട് ചങ്ങനാശ്ശേരിയിൽ NSSൻ്റെ ജനറൽ സെക്രട്ടറി PK നാരായണപ്പണിക്കർ ഇവർക്ക് കസബ് മുണ്ടും ഒക്കെ കൊടുത്താണ് സ്വീകരിച്ചത്. വളരെ മനോഹരമായ ഒരു 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 ദിവസമായിരുന്നു അത്. എനിക്കത് നന്നായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റി. ഇതാണ് ഞാൻ പറഞ്ഞൊരു ഭാഗ്യമാണ്, ചെറിയ കാര്യമാണ്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, പത്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. പ്രധാനമന്ത്രി ഇത്തരം ഒരു യാത്ര നടത്തിയിട്ട് ഞാനവിടെ ഞങ്ങളുടെ എഞ്ചിൻ തറയിലെ ഒരു പടവും ഒപ്പം തന്നെ ഇവിടെ ഈ കൊക്കോയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിന്നെ ഉൽപ്പന്നങ്ങളോ കാണുന്ന പടവും എടുത്ത് കൊടുത്തിട്ട് കാര്യമുണ്ടായിരുന്നില്ല. അന്ന് പൗലോസിയേട്ടൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രത്യുൽപ്പന്ന മതിത്വം എന്ന് പറയാം, അദ്ദേഹം കാണിച്ചൊരു ബുദ്ധി. അതുകൊണ്ട് എനിക്കും കടക്കാൻ പറ്റി. ചങ്ങനാശ്ശേരി വരെയുള്ള പിന്നെ സംഭവവാസങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും സാധിച്ചു. ഇതൊക്കെ എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ ഇതൊന്നും വലിയ റിപ്പോർട്ട് എന്ന നിലയിൽ ആന കാര്യങ്ങളൊന്നും അല്ലെങ്കിലും മനസ്സിലിങ്ങനെ പച്ച പിടിച്ച് നിൽക്കുന്ന ചില കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഇത്രയും ആത്മീയത നിറഞ്ഞ ഒരു ചടങ്ങ് എൻ്റെ ജീവിതത്തിൽ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ധാരാളം ബിഷപ്പന്മാരുടെയും ആർച്ച് ബിഷപ്പന്മാരുടെയും ഒക്കെ സ്ഥാനാരോഹണ ചടങ്ങുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിവിധ സഭാ വിഭാഗങ്ങളിലെ. പ്രത്യേകിച്ച് മാതൃഭൂമിയിൽ എനിക്ക് എപ്പോഴും അതിന് അവസരം കിട്ടുമായിരുന്നു. കാരണം അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ അവിടെ കുറവായതുകൊണ്ട് എനിക്കതിനുള്ള സാഹചര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ചടങ്ങ്